ഡോക്യുമെന്ററിക്ക് വേണ്ടി കമ്പോസ് ചെയ്ത അതെ, ഇരവിലും പകലിലും ഒടിയൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഡയറക്ടറാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം ജിംഗിൾസ്, സോങ്സ് ചെയ്യുക അതൊക്കെ വേറെ തരം. പക്ഷെ ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോറി പറയല്ലേ ചെയ്യുന്നത്. ആൻഡ് ആ പടത്തിൻ്റെ സാരം എന്താണോ ആൻഡ് അതിൻ്റെ പിന്നാലത്തെ റിസർച്ച് എത്രമാത്രം ഉണ്ടായിരുന്നു അത് ശരിക്കും ആ ഒരു ഡോക്യുമെന്ററിക്കകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഐ തിങ്ക് ഒടിയൻ്റെ കൂടെ റിലീസ് ചെയ്യേണ്ട ശരിക്കും ഒടിയൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒടിവിദ്യ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരത് കാണണം എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ സമയം. പിന്നെ ആ പടം എങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ആ ഡോക്യുമെൻ്ററി അങ്ങ് ആൾക്കാർ കാണാതെ പോയി. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഇഫി പനോരമ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ, അതായത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഗോവയിലായിരുന്നു അത് നടന്നിരുന്നത്. അതിൽ പനോരമ എന്ന് പറഞ്ഞൊരു സെക്ഷനകത്ത് സെലക്ട് ചെയ്യപ്പെട്ട വളരെ ചുരുക്കം ഇന്ത്യൻ ഡോക്യുമെൻ്ററീസിലൊന്നായിരുന്നു. ഐ തിങ്ക് ഇന്ത്യയിൽ ആ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. വലിയൊരു ഡെലിഗേറ്റ് ഗ്രൂപ്പ് അത് കണ്ട്, ലിജോ ജോസ് അദ്ദേഹം എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രിവ്യൂവിൻ്റെ സമയത്ത് ഗോവയിൽ വെച്ചിട്ട്. അതേപോലെ നമ്മുടെ ഈ ടീമിൻ്റെ നെടുന്തൂണായ അനന്തഗോപാലേട്ടൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നൊവിൻ വാസുദേവ്, എൻ്റെ വളരെ അടുത്ത ഒരു ഫ്രണ്ടായിട്ടുള്ള സുജിർ, അദ്ദേഹമാണ് അതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് ഇത്രയും കാര്യങ്ങൾ റിസർച്ച് ചെയ്ത ഒരു ഡോക്യുമെൻ്ററി അതായിരുന്നു. ആൻഡ് ആ ഒടിയൻ എന്നുള്ള പടത്തിൻ്റെ സാരമാണത്. അതായത് ഒടിവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററിക്കൽ ഒരു പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു, എന്താണ് ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഭാഗങ്ങളിലാണത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ സത്യമുണ്ടോ, അതൊരു മിഥ്യയായിട്ടുള്ള ഒരു കാര്യമാണോ, അതിൻ്റെ ഒരു മിസ്റ്റിസിസം ഇല്ല അതിൻ്റെ പിന്നാലെ, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാറാണ് അതിൻ്റെ വോയിസ് ഓവർ. കുറേ സ്നിപ്പറ്റ്സിൽ ലാൽ സാറും ഉണ്ട്. സോ അദ്ദേഹം ഫുൾ ത്രൂ അത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. പക്ഷെ അത് വെളിച്ചത്തിൽ വരാതെ അങ്ങ് പോയി. അത് എപ്പോഴെങ്കിലും ആൾക്കാർക്ക് കാണാനൊരിടയാവട്ടെ എന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡോക്യുമെന്ററി ആയിരുന്നല്ലോ ആക്ച്വലി. പിന്നെ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ആ പടം എന്താണോ അതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു കണ്ടൻസ്ഡ് ഫോം ഓഫ് ദറ്റ് മൂവി. ആ മൂവി എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത്